ഫ്രഷായില്ല, ഇത് മരുന്ന് കിട്ടുമെന്നല്ല, ചമ്പക്കര മാർക്കറ്റിൽ നിന്ന് നമ്മൾ പച്ചമുളക് മാറോളം വരെ ഒന്ന് വഴറ്റിയിട്ട് നമ്മുടെ തീ ഓഫ് ചെയ്യാം. അയലക്കറി ഉണ്ടാക്കാം. ചമ്പക്കര മാർക്കറ്റിൽ നിന്ന് മേടിച്ച നല്ല അയലയാണ്, നല്ല ഫ്രഷ് അയല. നമുക്കൊന്ന് കറി വയ്ക്കാം. രാവിലെ മേടിച്ച അയലയാണ്, കണ്ടോ, ഒരു 1.5 കിലോ അയലയുണ്ട്. ഇനി നമുക്കൊന്ന് കറി വയ്ക്കാം. തേങ്ങ അരച്ച കറിയാണ് നമ്മൾ ഉണ്ടാക്കണം. ഇനി ഇതിനൊന്ന് വെട്ടി വൃത്തിയാക്കി കൊണ്ടുവരാം. ഒന്ന് വരവ് കൊണ്ട് എൻ്റെ കയ്യിൽ അരച്ച് വയ്ക്കാനുള്ള അയില നന്നാക്കി തൊലിയൊക്കെ പൊളിച്ച് കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. പുളി 3 കഷ്ണം പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി 1 സ്പൂൺ ചതച്ചത് ഉണ്ട്, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇനി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ മുറി അരമുറി തേങ്ങ. അതും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിന് വഴറ്റാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായിട്ട് നമുക്ക് വഴറ്റാനുള്ള എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി, കടുകിടാം. കടുക് പൊട്ടൊരു 1/4 സ്പൂൺ ഉലുവ ഇടാം. ഉലുവ ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്താൽ അതിടാം. വെളുത്തുള്ളി ചതച്ച് 1 സ്പൂൺ അത്. ഒരു 6-7 പച്ചമുളക് ഞാൻ എടുത്തിട്ടില്ല, കീറിയത്, അതും കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ ഇട്ടു കൊടുക്കും. പതുക്കെ ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ചേർക്കാം. കയ്യൊന്നും നോക്കില്ല. പച്ചമുളക് ഇഞ്ചിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഒരു 3 സ്പൂണ് മുളക് പൊടി ചേർക്കണം. വലിയ സ്പൂണിന് 3 വേണ്ട, ഒരു 2.5 മതി. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ. നമുക്കിതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമണം മാറോളം വരെ ഒന്ന് വഴറ്റിയിട്ട് ഞാൻ 3 കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. വെള്ളത്തിലിട്ടിറങ്ങുന്ന പുളിയാണ്. നമുക്ക് ആ പുളി ഒന്ന് കീറി വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ പുളിയും കൂടെ ഇട്ട് കൂടിയിട്ട് വഴറ്റുന്നുണ്ട്. മല്ലിപ്പൊടി ചേർക്കണ്ട. മല്ലിപ്പൊടി ഇഷ്ടമുള്ളവർക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഞാൻ മല്ലിപ്പൊടി ചേർത്തില്ല. മല്ലിപ്പൊടി ചേർത്താൽ കറി പെട്ടെന്ന് വളിച്ചു പോകും. മല്ലിപ്പൊടി അതുകൊണ്ട് ചേർത്തിട്ടില്ല. ഇതൊന്ന് മൂത്തിട്ടുണ്ട്. നമുക്ക് ഈ പുളിയുടെ വെള്ളവും കൂടെ അതിലേക്ക് ഒഴിക്കാം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് പാകത്തിനുള്ളത്. ഇവിടെ ഒന്ന് തിളച്ച് കട്ടെ. അപ്പം നമ്മൾ തേങ്ങ അരച്ച് വെച്ചാണ്, തേങ്ങ അരപ്പും കൂടെ ചേർക്കാം. ചേർത്തൊന്ന് പതുക്കെ ഇച്ചിരി നേരം ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ചെറിയ മുറി, അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. തേങ്ങയരപ്പും പയ്യെ ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഇതെല്ലാം അരപ്പെല്ലാം കൂടെ ഒന്ന് തിളക്കട്ടെ നല്ലപോലെ. നല്ല അരപ്പിനെ വെച്ചാൽ
നമ്മുടെ അരപ്പ് തിളച്ചിട്ടുണ്ട്. നമുക്ക് മീൻ കഷ്ണം ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുവരെ അവിടെ നിന്ന് തിളച്ച് നല്ല തീയിലൊരു കുറച്ച് നേരം തിളക്കട്ടെ. അത് കഴിഞ്ഞിട്ട് തീ കുറച്ച് വയ്ക്കാം, ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു കറി തവി കൊണ്ട് ഇളക്കാതെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് വെക്കണം. തവി കൊണ്ട് ഇളക്കിയാൽ മീൻ കഷ്ണം എല്ലാം പൊടിഞ്ഞു പോകും. നമുക്ക് ഒന്ന് ഇടയ്ക്കൊന്ന് ഇങ്ങനെ ചുറ്റിച്ച് വെക്കാം. നമ്മുടെ മീൻകറി എങ്ങനെ അടുപ്പത്തിരുന്ന് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് അങ്ങനെ വരുന്നുണ്ട്. നമുക്കൊന്ന് ചുറ്റിച്ചിട്ട് ഉപ്പും പുളിയൊക്കെ ഉണ്ടെന്ന് നോക്കാം. പുളി നന്നായിട്ടുണ്ട്. ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കണം. ശകലം ഉപ്പ് കുറവുണ്ട്, ഉപ്പും കൂടെ ചേർക്കണം. കൈ കൊണ്ട് ഇച്ചിരി ഇടാം. കോരിയിട്ടാൽ ചിലപ്പോൾ കൂടിപ്പോകും. ഇനി 2 മിനിറ്റ് വരെ ഇങ്ങനെ തുറന്നിരിക്കട്ടെ. ഇച്ചിരി കറിവേപ്പിലയും കൂടെ തൂളി ശകലം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് തീ ഓഫ് ചെയ്ത് വാങ്ങി വയ്ക്കും. നമ്മുടെ തീ ഓഫ് ചെയ്യാം. നമ്മുടെ അയിലക്കറി റെഡി ആയിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ മറന്നുപോയി, ഒരു നുള്ളു ഉലുവാപ്പൊടിയും കൂടെ തൂങ്ങും. ഒന്ന് അടച്ച് വെച്ചേക്കാം.